പ്രകാശനും ചേട്ടൻ. ഇപ്പൊ കയ്യിലുണ്ടോ? കോപ്പി പോലും എടുക്കാതെ തരാ. സബ്ജക്ട് മോഷ്ടിച്ചേക്കരുത്. സബ്ജക്ട് നല്ലതാണെങ്കിൽ ഉറപ്പായും മോഷ്ടിച്ചിരിക്കും. എന്നാ നോവലിസ്റ്റ് ഒരു കൊലയാളിയാവും. നല്ലൊരു അഭിപ്രായത്തിന് പുറമെ നല്ലൊരു വിമർശനവും പ്രതീക്ഷിച്ചോട്ടെ. തീർച്ചയായും. ഈ ക്യാമ്പസിലിട്ട എന്നെ കുത്തിയത് അതിനൊരുപാട് പേർ സാക്ഷികളായിട്ടുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് ഒരുപാട് പേർ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? കോടതിയുടെ മുമ്പിൽ കേസ് വന്നപ്പോൾ സാക്ഷി പറയാൻ ഒറ്റയാളില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സാറേ ഞങ്ങളാരും സാക്ഷികളാകത്തത്. ജീവന് കൊതിയുള്ളതുകൊണ്ടാ. ഓഹോ, അപ്പൊ എന്റെ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? ഞാനായിരുന്നെങ്കിൽ വില്യത്തെ ഡീബാർ ചെയ്യാൻ പോവില്ല. നേരായ മാർഗത്തിലല്ലാതെ ജീവിക്കുന്നവരോട് സംസാരിച്ചിട്ട് എന്ത് നേടാനാ മേനോ സാറേ? നിങ്ങളെപ്പോലെയുള്ള അധ്യാപകരാ കലാലയം തകർക്കുന്നത്. വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരെ നിന്ദിക്കുന്നെങ്കിലേ അതിന് അവരെ എന്തിനു കുറ്റപ്പെടുത്തണം? ഇങ്ങനെയല്ലേ ഗുരുക്കന്മാരുടെ ചിന്താഗതി? മേനോ സാറിനെ നിങ്ങൾ രണ്ടു മക്കളെയല്ലേ അവള് കളിയാക്കുന്നത്? എന്നിട്ടെന്താ നീ പ്രതികരിക്കാത്ത? വെറുതെ എന്തിനാ പ്രതികരിക്കുന്നേ? അവള് ചെയ്തതിന്റെ ശിക്ഷ അവൾക്ക് ഉടനെ കിട്ടി. മുഖത്താകെ ഒരു തെളിച്ചുണ്ടല്ലോ. ആ ചിത്രം കണ്ടിട്ടാ? അല്ല, നിന്റെ ആങ്ങളെ ശിക്ഷിക്കപ്പെടുമല്ലോ നോർത്തിട്ടാ. ആ ചിത്രത്തിന് പകരം സെല്ലി കിടക്കുന്ന ആങ്ങളയുടെ പടമായിരുന്നു ഉത്തമം. ജയിലിൽ കിടക്കുന്നത് വില്യത്തിനൊരു പ്രശ്നമല്ലടി. അവിടെ അവന് രാജകീയ സുഖമായിരിക്കും. പേട്ട കുടുംബക്കാരെ ദ്രോഹിച്ചവരെ വെറുതെ വിടില്ല ഞങ്ങള്. നീ നിന്റെ കുടുംബം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നിൽ നിന്നും അടിച്ചു വീഴ്ത്തുന്ന ശീലം പേട്ട കുടുംബക്കാർക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛനെ ഈ ക്യാമ്പസിലിട്ട് എന്റെ കൺമുമ്പിലാ നിന്റെ ചേട്ടൻ കുത്തിയത്. അവന് പരമാവധി ശിക്ഷ കിട്ടും. കിട്ടാനായി പ്രാർത്ഥിക്കും ഞങ്ങള്. അതോടൊപ്പം മറ്റൊന്നുകൂടി പ്രാർത്ഥിച്ചോ, സ്വന്തം ഭാവി സുരക്ഷിതമാവണേന്ന്. Sit down. ആരാ ഇത് വരച്ചത്? ഇത് വരച്ച ചിത്രകാരൻ ആരാണെന്ന്? എന്താ ആർക്കും നാവില്ലേ? ആലിസ് ആണ് സർ. സ്റ്റാൻഡ് അപ്പ്. ചിത്ര അസലായി. പഠിത്തത്തെക്കാൾ നല്ല ഇതാണെന്ന് തോന്നുന്നു. ആങ്ങളുടെ കുറവ് നികത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക ചിത്രകാരി. ഗെറ്റ് ഔട്ട്. എന്താ സാർ വേണ്ടത്? തൽക്കാലം 4 ചായ ഉണ്ടോ? അല്ല, സാറിന്റെ കേസ് എന്തായി? സ്റ്റോപ്പ് നോൺസെൻസ്. കേസ്? എന്ത് കേസ്? ഞാൻ വെറുതെ. താമ്പോ ചായ ഉണ്ടോ? ശരി സാർ. എവിടെ ചെന്നാലും കേസ്. വില്യം, നോക്കി. അതെ, ദേവിയാനെ ഒന്ന് സൂക്ഷിക്കുന്നതല്ല. കാര്യങ്ങൾ എടുത്തടിച്ച പോലെ പറയുന്നതുകൊണ്ട് ആലീസിന് ശത്രുത കൂടും. പ്രൊഫസറും ദേവയാനിയാ അവരുടെയൊക്കെ നോട്ടപ്പുള്ളികൾ. കല്യാണിയോട് അത്ര വലിയ ദേഷ്യം ഇല്ലെന്ന് തോന്നുന്നു. എന്താ വേണ്ടത്? 2 ചായ. ശരി.
പലഹാരം. ചായ മാത്രം മതിയോ കഴിക്കാൻ? തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇന്നോ നാളെയോ ജയിലിൽ പോകേണ്ടി വന്ന പോയി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ജയിൽ പുള്ളി ആയതുകൊണ്ട് നല്ല പണിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ സപ്ലയറുടെ ജോലി പ്രാക്ടീസ് ചെയ്യാന്ന് കരുതി. അല്ല, സാഹിത്യകാരനാണോ ഇപ്പൊ സാഹിത്യകാരുടെ പുതിയ രക്ഷകൻ? അതെ. നന്നായി. ഇത്തരം കോമ്പിനേഷൻസ് അപൂർവമായി ഉണ്ടാകാറുള്ളൂ. ഞാൻ ഇന്നലെ സാഹിത്യകാരുടെ വീട്ടിൽ വന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പകരം വീട്ടെങ്കിൽ ഇപ്പൊ വീട്ടാം. ഞാൻ റെഡിയാ. ക്രിമിനൽ സ്വഭാവം ഉള്ളവർക്ക് എന്ത് വൃത്തിയായിട്ട് വേണമെങ്കിലും കാണിക്കാം എന്ന് കരുതി മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് അതിന് കഴിയില്ല. ആ പറഞ്ഞ വാസ്തവ. ഞാൻ ചെറ്റയാ, എന്ത് ചെയ്യാനാ? എന്റെ പേരൻസ് എന്നെ വളർത്തിയ അങ്ങനെയാ. എന്റെ ഡാഡി ഒരു കങ്കാരു ആകാരുന്നത് എന്റെ തെറ്റാണോ? വില്യം, എന്തിനാ വെറുതെ? ഞാൻ ഇവളോട് സംസാരിക്കുന്നേ. നിനക്കുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ തരാം. ശിവൻ, നമുക്ക് പോവാം. ദേവൂട്ടി, ജയിലിൽ പോയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോഴൊക്കെ ഞാൻ ദേവുവിന്റെ അടുത്ത് വരും, ദേവുവിനെ കാണാൻ. ഞാൻ വരുന്ന സമയത്തെങ്കിലും എടാ ശിവ, നീ ഒന്നും മാറി എന്തെങ്കിലടാ. അല്ല, കാവല് നിന്നല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. വില്യം, സംസാരത്തിൽ കുറച്ചുകൂടെ സംസ്കാരം ആവാ. ശിവ, വാ. ഓടാ. കേട്ടോ അമ്മായി, അമ്മാവന് കോളേജ് വെച്ച് കുത്തേറ്റെന്നറിഞ്ഞപ്പോ ഒരു ബറ്റാലിയൻ ആൾക്കാരുമായി വരാനിരുന്നാ ഞാൻ. എന്ന് വെച്ചാൽ രക്തം തിളച്ചു പോയില്ല മനുഷ്യന്റെ. പിന്നെന്താ വരാതിരുന്നത്? വന്നു കഴിഞ്ഞാ പിന്നെ അവന്റെ അന്ത്യം കണ്ട ഞങ്ങൾ മടങ്ങും. പിന്നെ കൊലപാതകമായി, പോലീസ് കേസായി, ജയിലായി. എന്തിനാ വെറുതെ? അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാ. എന്തായാലും ശരി, ആ സംഭവത്തോടെ മനുഷ്യന്റെ മനസ്സമാധാനം പോയി. അമ്മായിയുടെ ടെൻഷൻ കണ്ടിട്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കുക. ദേവയാനിക്കും കല്യാണിക്കും അതൊരു ആശ്വാസമാവുകയും ചെയ്യും. ദേവയാനിക്ക് പേടിയും ഭയവും ഒന്നുമില്ല. അവൾ അച്ഛനെ പോലെ തന്നെ ഉറച്ചു നിൽക്കുക. കല്യാണിയുടെ കാര്യമാ കഷ്ടം. എന്നെപ്പോലെ തന്നെ മാഷ് കേസിൽ നിന്ന് പിന്മാറണമെന്ന് അവൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ പേടിച്ചാൽ എന്താ ചെയ്യാ? ഇങ്ങ് വരട്ടെ, ഞാനൊന്ന് ഉപദേശിക്കാം. അല്ല, കല്യാണിക്ക് കല്യാണാലോചന വല്ലതും ഉണ്ടോ അമ്മായി? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഒരാളുണ്ട്. ആരാ ആള്? ആളെ നിങ്ങൾ അറിയും. അല്ലെങ്കിൽ വേണ്ട, ആളാരാണെന്ന് പിന്നെ പറയാം. അമ്മാവനും കല്യാണിയായിരിക്കും. ഞാൻ പോയി കഥ തുറക്കാം. നീ എപ്പോ വന്നു? കുറച്ച് സമയമായി. പ്രത്യേകിച്ച് വിശേഷം വല്ലതും? നിന്നോടാ ചോദിച്ചേ? ഇല്ല, കേസിന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ മുതല് അമ്മയ്ക്ക് ഒരേ ആദി. ഇവിടത്തെ വിവരങ്ങള് അറിഞ്ഞു വരാൻ പറഞ്ഞു. അതുകൊണ്ട് വന്നതാ. എനിക്ക് കുത്തുകൊണ്ടത് മുതലേ ഇടയ്ക്കും മുറയ്ക്കും സന്ദർശനം ഉണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ല. ഒരിക്കൽ പറഞ്ഞത് തന്നെ 10 വട്ടവും പറയാനുണ്ടാവൂ. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേൾക്കണ്ടേ? ഇവിടത്തെ കാര്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അവിടെ ഫോണില്ലേടാ? ഉണ്ട്. ഒരു ഫോൺ കോളിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ക്ഷേമം അറിയാൻ. അതിന് ഈ വണ്ടിക്കൂലിയും ചെലവാക്കി ഇവിടെ വരെ വരണോ? അത് കൊള്ളാം. അവൻ വന്നതുകൊണ്ട് ഇപ്പൊ എന്താ? ഒന്നുമില്ല, വെറുതെ വണ്ടിക്കൂലിയും ചെലവാക്കി എന്തിനാണെന്ന് വെച്ചാ. അപ്പൊ ഇനി എപ്പോഴാ മടക്കം? കുറച്ചു ദിവസം ഇവിടെ നിൽക്കണമെന്ന് അമ്മായിക്ക് ഒരേ നിർബന്ധം. പക്ഷേ എനിക്ക് സമയമില്ലല്ലോ. പിന്നെ ഇനിയിപ്പോ സമയം 5:30 സ്ഥിതിക്ക് ഇന്ന് വേണമെങ്കിൽ നിൽക്കാം. മിക്കവാറും ഇനി അങ്ങോട്ട് പോകാൻ ബസ് ഉണ്ടാവില്ല. 6:30 ബസ്സുണ്ട് കവലേന്ന്. അത് കയറിയാൽ 9 മണിക്ക് വീട്ടിലെത്താം. അവൻ ഇന്നിവിടെ നിൽക്കട്ടെ മാഷേ. ശാരദ എന്താ ഈ പറയുന്നത്? അവിടെ ഇവന്റെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവർക്ക് കൂട്ടുവേണ്ടേ? വേണ്ടടാ. അമ്മയ്ക്ക് കൂട്ടിന് ഇളയമാമനും കുട്ടികളും ഉണ്ടല്ലോ എന്ന് കരുതി ഞാനിവിടെ നിൽക്കുന്നില്ല. വണ്ടി ഉണ്ടെങ്കിൽ ഉടനെ പോവാ. വണ്ടി ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പോട്ടെ ദേവയാനി.
എന്തൊരു സ്വഭാവ ഇത്. സ്വന്തം പെങ്ങളുടെ മോനല്ലേ, അവൻ ഒരു ദിവസം ഇവിടെ വന്ന് നിന്നെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു വീഴുവോ? എനിക്ക് 2 പെൺപിള്ളേരാ. പ്രായപൂർത്തിയായ പെൺപിള്ളേരുള്ള വീട്ടിൽ പുരുഷന്മാരെ കയറ്റി പാർപ്പിക്കുന്നത് ശരിയല്ല. ആർക്കെന്ത് തോന്നിയാലും ശരി, ഞാൻ അതിന് അനുവദിക്കുകയല്ല. ആ, നീ പോയി ചായ എടുത്തോണ്ട് വാ. പാവം മുരളിയേട്ടൻ ചേച്ചിയെ കാണാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വന്നതാ. ഒന്ന് പോടിയുള്ളു. ജനുവരി 10-ാം തീയതി തിങ്കളാഴ്ച. അന്ന് വിധി പറയും. പ്രൊഫസർ വിധി കേൾക്കാൻ വരും. എന്റെ വില്യം ശിക്ഷിക്കപ്പെടുമ്പോൾ അയാൾ ചിരിക്കും. വില്യം ജയിലിലാകുന്നതിനേക്കാൾ എന്റെ ചങ്ക് കീറി മുറിക്കുക ആ ചിരിയായിരിക്കും. പ്രൊഫസറുടെ ചിരി മായാനാണോ പ്രയാസം? ഒരുപാട് പേരെ തീറ്റിപ്പോറ്റുന്നില്ലേ അച്ചായൻ? അവരുടെ ഉപയോഗം വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ. എല്ലാവരും മുതലാളിയുടെ പുറകിലുണ്ട്. CI, അഡ്വക്കേറ്റ്, പത്രപ്രവർത്തകന്, രാഷ്ട്രീയ നേതാവ്, അങ്ങനെ എല്ലാവരും. പിന്നെ ആരെയാ മുതലാളി പേടിക്കണേ? ശരിയാച്ചാ, വില്യത്തിന്റെ വിധി കേട്ട് മടങ്ങി വരുന്ന പ്രൊഫസറെ ശരിക്കും ഒന്ന് നോവിക്കണം. അയാളുടെ ആദർശം തെറ്റായിരുന്നെന്ന് അയാൾക്ക് തോന്നണം. യുദ്ധത്തിന് വേണ്ടി അയാളെ പറഞ്ഞു വിട്ട അയാളുടെ ഭാര്യയും മക്കളും ശരിക്കും ഒന്ന് കരയണം. വിധി വരട്ടെ. വന്നു കഴിഞ്ഞ് കരിക്കൽ ഞാൻ നീക്കിക്കൊള്ളാം. വിധി എതിരാവുമെന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല ചായ. സാക്ഷികളെന്ന് പറയാൻ അധികമാരും ഹാജരായില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ വില്യത്തിന് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടും, ചിലപ്പോൾ വെറുതെ വിട്ടെന്നും വരാം. എടോ വക്കീലേ, ഒരു ദിവസം എൻ്റെ മോൻ ജയിലിൽ ഒരേ ഒരു ദിവസം കിടന്നാലും അതെനിക്ക് അപമാനമാണോ? ജീവിതത്തിൽ ഇന്നേവരെ ഇത്രയും ആത്മസംഘർഷം ഉണ്ടായിട്ടില്ല. വിധിയെങ്ങാനും എനിക്കെതിരായാൽ പിന്നെ കാണുന്നത് കണ്ണീരാറ്റിൽ മുങ്ങിത്താന്ന ഒരു കുടുംബത്തിന്റെ ദയനീയ കഥയായിരിക്കും. ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താടി കാര്യം? അലക്സാണ്ടർ പേട്ടയ്ക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനേ കഴിയൂ. സ്വന്തം കുടുംബത്തിൽ അശാന്തി മാറ്റാൻ കഴിയല. വില്യം ശിക്ഷിക്കപ്പെടുമ്പോ തലേക്കൂടി മുണ്ടിട്ട് നടക്ക്, അതാ നല്ലത്. വില്യം ശിക്ഷിക്കപ്പെടുന്ന ഉറപ്പാണ് മമ്മി. അവന് ശിക്ഷ കിട്ടുമെന്ന് പറയാൻ എനിക്ക് വയ്യ മോളെ. അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ ആ കണ്ണിച്ചോര ഇല്ലാത്ത പ്രൊഫസർ കോടതിയിൽ സകലതും വിളമ്പിയില്ലേ, പിന്നെ അവൻ എങ്ങനെ രക്ഷപ്പെടൂടി? വരുന്നുണ്ട് പേട്ടക്കുടുംബത്തിന്റെ നാഥൻ. കുടിച്ചിട്ടുണ്ട്, നന്നായി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അറിയേ വേണ്ട. ചെല്ല്, പോയി കിടന്നുറങ്ങ്. ഞങ്ങൾ അമ്മയും മക്കളും ഇതിയാന് കാവലിരിക്കാം. മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ നടക്കുക സാറാമ്മ. ഞാനിപ്പോ അതിനിടയിൽ പരസ്പരം കുത്തി നോവിക്കാതെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കുന്നീ. നമ്മൾ തമ്മിൽ കലയിച്ച പരിഹാരം കാണാവുന്ന പ്രശ്നമാണോ ഇത്? ഡാഡിക്ക് അറിയില്ല ഞങ്ങൾ അനുഭവിക്കുന്ന നാണക്കേട്. ക്ലാസ്സിലെ സകല കുട്ടികളുടെ മുന്നിൽ വെച്ച അവൾ എന്നെ അപമാനിച്ചത്. പോരാത്തന് അവളുടെ അച്ഛന്റെ വക മറ്റൊരു സമ്മാനവും. ഒരു കാരണം കൂടാതെ അയാൾ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടൊരു വാചക കസർത്തും. ക്രിമിനലിന്റെ സഹോദരി ക്രിമിനൽ സ്വഭാവം കാണിക്കൂ അത്രേ. നീ ആരോടാടി ഇതൊക്കെ പറയുന്നേ? ഇങ്ങേരെ കൊണ്ട് വാചക കസർത്ത് നടത്താനല്ലാതെ കാശിന് കൊള്ളില്ല. പിന്നെ ആ പ്രൊഫസർ മക്കള് നിങ്ങളായിട്ട് ആന കളിപ്പിക്കല്ലേ മനുഷ്യ? അല്ലെങ്കിൽ പറ, സ്വന്തം മോനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു തന്ത എന്തിനാ ഇങ്ങനെ? വീട്ടിൽ കിടന്നിങ്ങനെ ചന്ദ്രഹാസം ഇളക്കും. അത് ഏത് ഞാഞ്ഞുലിനെ കൊണ്ട് പറ്റും? സ്വന്തം കഴിവ് പ്രദർശിപ്പിക്കേണ്ടതേ സ്വന്തം തറവാട്ടിലല്ല, തറവാടിന് പുറത്താ. അതിന് കഴിയാത്ത ആള് എത്ര ഒച്ച വെച്ചാലും ആരും അത് ചെവിക്കൊള്ളില്ല. നീ വാടി മോളെ.
നന്നായി മദ്യപിക്കുന്നുണ്ടല്ലോ. ടെൻഷൻ കൂടെ ഡാഡി. നീ വിഷമിക്കണ്ടടാ മോനെ. പേട്ട കുടുംബക്കാർ ഓലപ്പാമ്പാടെന്ന് കരുതിയവർക്കൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. പ്രൊഫസറുടെ അനുഭവം മറിച്ചാകില്ല. ആഴമറിയാതെ കാൽവയ്ക്കുകയാണ് അയാൾ. ഇനി ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഇല്ലെങ്കിലും ശരി, അയാളുടെ വിധി ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. വകുപ്പ് പ്രകാരം കൊലപാതക ശ്രമം നടത്തുക, 326 വകുപ്പ് പ്രകാരം മാരകായുധവുമായി കലാലയത്തിൽ പ്രവേശിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ പ്രതി ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതി വില്യം പരമാവധി ശിക്ഷ അർഹിക്കുന്നുണ്ട്. എങ്കിലും വ്യക്തമായ സാക്ഷികളില്ലാത്ത ഈ കേസിൽ പ്രതിക്ക് കോടതി ചെറിയ ഇളവ് നൽകുകയാണ്. പ്രതി വില്യമിന് 25,000 രൂപ പിഴയും 2 വർഷം കഠിന തടവും ഈ കോടതി വിധിക്കുന്നു. വാടോ. കുഴപ്പമില്ല മോനെ, നിന്നെ എത്രയും പെട്ടെന്ന് ഇറക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്യാം. ധൈര്യമായിരിക്കേ. മതി മതി, വാ. the way